എങ്ങോട്ടാ ഈ തണുപ്പത്ത്? എങ്ങോട്ടാ ഗേൾസ്? നമ്മൾ എങ്ങോട്ടാ പോന്നെ? സർപ്രൈസാ. അതുകൊണ്ട് അമ്മയിലേക്കും ആഞ്ചലായിക്കും അറിയത്തില്ല. ഇതൊരു ബാങ്ക് ഹോളിഡേ വീക്കെൻഡ് ആണ് ഗൈസ്. തണുപ്പല്ലേ ആണ്, -2 വരെ പോവാന്നാ പറയുന്നത്. അപ്പോൾ ഞങ്ങളൊരു സംഭവം ബുക്ക് ചെയ്തിട്ടുണ്ട് അമേലിയയ്ക്കും ആഞ്ചലായിക്കും. ഞങ്ങൾക്കും ഉണ്ട്, പക്ഷെ ഞങ്ങൾ അതിലൊന്നും തന്നെ റൈഡൊന്നും ബുക്ക് ചെയ്തിട്ടില്ല അല്ലേ അച്ഛാ? ഇല്ല. എന്താണെന്നുള്ളത് അവർക്ക് സർപ്രൈസ് ആണ്. നമ്മൾ നേരെ പോവാം അല്ലേ? ആദ്യം തന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, അതിന് ശേഷമായിരിക്കും നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ആഞ്ചല എപ്പോഴും ചുമക്കാൻ തുടങ്ങി അച്ഛാ. പോണോ? ക്യാൻസൽ ചെയ്താലോ? ക്യാൻസൽ ചെയ്യാൻ ചുമക്കുന്നു. ഐ ഷുവർ? അമേലിയക്ക് പോണോ? നമുക്ക് ക്യാൻസൽ ചെയ്താലോ? അച്ഛൻ്റെ എക്സ്ട്രാ ജാക്കറ്റും സാധനങ്ങളും ഞാൻ പിന്നെ അമേലിയയ്ക്കും ആഞ്ചലായിക്കും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു. തണുക്കുന്നില്ലേ? അതെന്തായാലും കൊള്ളാം. അത് വല്ലാത്ത തണുപ്പാണ്. വണ്ടിയുടെ ഫ്രണ്ടിലെല്ലാം ഐസാണ് ഗൈസ്. അച്ഛൻ്റെ കുറച്ച് ചെറുതായിട്ടൊരു ലൂക്ക് വാം വാട്ടർ ഒഴിക്കുവാണ്. കണ്ടോ, ഫുള്ള് ക്ലിയർ ആയി. പക്ഷെ വെയിലുണ്ട് ഗൈസ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല അടിപൊളി തണുപ്പാണ്. നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ആദ്യത്തെ വ്ളോഗ് ആച്ചാ. നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഭയങ്കര തിരക്കായിരുന്നല്ലോ. അതെ, ജോലി, കോളേജ്, പിള്ളേരെ ഇവിടെ ഒക്കെ ആയിട്ട്. അത് മാത്രമല്ല ഗൈസ് തിരക്ക്. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഒരു റിലാക്സിങ് മൂഡിലായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സമയം എടുക്കും കേട്ടോ. പിന്നെ ജെറ്റ് ലാഗ്, അതെല്ലാം കൂടെ. ജെറ്റ് ലാഗ് നമുക്ക് ഭയങ്കരമായിട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ആ നോർമൽ റുട്ടീനിലോട്ട് വരാനായിട്ട് ഇച്ചിരി സമയം എടുത്തായിരുന്നു. അങ്ങനെ ഇപ്പം ബാക്ക് ടു നോർമൽ. എന്റെ ഗേളീസ് രണ്ടുപേരും ഇരിക്കുന്നുണ്ടോ? ഹലോ. ഭയങ്കര എക്സൈറ്റഡ് ആണ് രണ്ടുപേരും. എവിടാ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വീക്കെൻഡ് അല്ലേ, അവർക്ക് എന്തായാലും ഫെറി ഗാർഡനിലോ. ആര് പറഞ്ഞു ആഞ്ചല? അങ്ങനെ പറയത്തുള്ളോ? ഞങ്ങളും പറയത്തില്ല, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. സത്യം പറഞ്ഞാൽ എനിക്കിന്ന് ഒരുപാട് പരിപാടികളുണ്ട് ഗൈസ്. ഇപ്പൊ പോകുന്ന വഴിക്ക് വേണം. ഞാനും അച്ഛനും ഫുഡ് കഴിച്ചിട്ടില്ല. അമ്മയിലേക്കും അച്ഛനായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അപ്പൊ ഞങ്ങൾക്ക് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. സെന്റ് പാട്രിക്സ് ഡേ ആണ് ഇവിടെ. അപ്പം അമ്മയിലേക്കും അച്ഛനായിരിക്കും കോസ്റ്റ്യൂം ഒക്കെ ഉണ്ട്. എനിക്കും എന്റെ അച്ഛനും കോസ്റ്റ്യൂം ഇല്ല അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജമ്പറോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണം. ഇവിടെ വലിയവർക്കും ഒരുപാട് അഡ്വഞ്ചർ പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ ബുക്ക് ചെയ്തില്ല. കാരണം എനിക്കൊരു 5 മണി ഇല്ലെന്നുണ്ടെങ്കിൽ 4:30 ആകുമ്പോഴത്തേനും തിരിച്ചു വരണം. ഞങ്ങളുടെ സൂംബ ഇൻസ്ട്രക്ടർ ഇന്ന് 9 വർഷത്തിന് ശേഷം പുള്ളിക്കാരി നിർത്തുവാണ് പുള്ളിക്കാരുടെ പരിപാടി. പുള്ളിക്കാരുടെ നാട്ടിലോട്ട് പോവാം. അപ്പൊ അതിന്റെ ഒരു സൂംബ പാർട്ടി ഉണ്ടെന്ന്. അപ്പം അതിന് പോണം. അതുകൊണ്ടാണ് റഷ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉള്ള എല്ലാ സംഭവങ്ങളും ബുക്ക് ചെയ്തേനെ. നമുക്ക് സമയം ഉണ്ടെങ്കിൽ നല്ല ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. കുറെ പരിപാടികളുണ്ട് അവിടെ, വലിയവർക്കും പിള്ളേർക്കും എല്ലാം. അതെ, ഇനിയിപ്പോ നെക്സ്റ്റ് ടൈം നോക്കണം. ഞങ്ങൾക്ക് അച്ഛനെ കൊണ്ടുപോയി എല്ലായിടത്തും വലിച്ചു കയറ്റി അച്ഛൻ്റെ വയറൊക്കെ കുറച്ച് എന്നെ പട്ടറിക്കിട്ട് ഒരു പരുവാക്കി. അത് മാത്രമല്ല, നമുക്ക് ഓരോരോ ആക്ടിവിറ്റീസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ബുക്ക് ചെയ്യാം കേട്ടോ ഇവിടെ. എന്തായാലും നമുക്ക് ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. നമുക്ക് നേരെ സ്ട്രൈറ്റ്. ആഞ്ചല കം ഹിയർ. ഇവിടെ എന്തോ കടയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പിള്ളേർ നോക്കി വരുന്നു. വിശപ്പിൻ്റെ വിളിയുള്ളത് കൊണ്ട് ഞങ്ങൾ ആകെ റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്. ഇത് അങ്ങനെ എൻ്റെയും പിള്ളേരുടെ ഓർഡർ കൊടുത്തു. ഇനിയിപ്പോൾ കൊച്ചു ഇവിടെ സെലക്ട് ചെയ്യുവാണ് ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. നമ്മൾ പറയുന്നതനുസരിച്ച് ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ 7 ഐറ്റം നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. അങ്ങനെ കൊച്ചുവിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ഇനി നമ്മൾ പേ ചെയ്യും. അവർ ബ്രെഡ് ടോസ്റ്റും സാധനമെല്ലാം നമുക്ക് കൊണ്ടേ തരും. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഹൈ ചെയറൊക്കെ കിട്ടി. അവിടെ ഞങ്ങളൊരു കോർണറിൽ വന്നിരുന്ന എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആരംഭിച്ചു. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഫുൾ ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റ്. കിഡ്സിന് നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് വന്നതുകൊണ്ട് അവർക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു. അവർ അവിടെ ഇരുന്ന് കഴിക്കുവാണ്. ഇപ്പോൾ കഴിച്ചിട്ട് നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അച്ഛന് ശരിക്കും പറഞ്ഞാൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൂടെ ആ മീറ്റിംഗും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളും അച്ഛനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. പിന്നെ അമേലിയ ആഞ്ചലായി ഓൾറെഡി വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരുന്നു പോയത് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്ക്രാമ്പിൾഡ് എഗ്ഗും അതുപോലെ ആഞ്ചലായിക്ക് സോസേജ് വേണമെന്ന് പറഞ്ഞു, അത് ഓർഡർ ചെയ്തു. പിന്നെ അവർക്ക് ഹോട്ട് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തു. അത് അവർ എൻജോയ് ചെയ്ത് കഴിച്ചു. ഇവിടെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സൂംബ ഇൻസ്ട്രക്ടർ പോകാമെന്ന് പറഞ്ഞില്ലേ, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നത് പുറത്തെ തണുപ്പ് ഇവർക്ക് അകത്ത് കയറിയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ജാക്കറ്റ് ഇടാത്തതുകൊണ്ട് ഒരു മാനസികമായ തണുപ്പാണ് കൊച്ചു അനുഭവിക്കുന്നത്. കാരണം ഷോപ്പിൽ നല്ല ചൂടുണ്ടല്ലോ. എനിക്കറിയില്ല, ഭയങ്കരമായിട്ട് തണുക്കുന്ന.
ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. എന്നിട്ട് ചെറിയൊരു ക്യുക്ക് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വെച്ച് പിടിച്ച് പോവാണ്. സമയം ഇപ്പം 11 മണിയായി. നമുക്ക് 11:15 അവിടെ കയറേണ്ടത്. അപ്പം അമേലിയ പറഞ്ഞത് അമേലിയക്ക് ചെറിയൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പൊ നമുക്ക് നേരെ വിട്ടടിച്ച് പോവാല്ലേ ചാ? നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിടാ പറഞ്ഞു. ഇനി 5 മിനിറ്റ് കഷ്ടിയോ. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി ഗൈസ്. നമ്മൾ എവിടെയാച്ചാ വന്നേ? നമ്മള് വൈൽഡ് ലാൻഡ്സ്. അതെ, ഞങ്ങള് ബാങ്ക് ഹോളിഡേ വീക്കെൻഡ് ആയതുകൊണ്ട് ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു. പിന്നെ തണുപ്പൊക്കെ ആയതുകൊണ്ട് വേണ്ടാന്ന് വെച്ചല്ലേ. അപ്പോ ഇവിടെ ഒരുപാട് റൈഡ് ഉണ്ട്. പക്ഷെ നമ്മള് ഇവർക്ക് പറ്റുന്ന റൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഏജ് ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് പോകേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി അങ്ങ് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. പിള്ളേരുടെ കുറച്ച് റൈഡ്സും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കടൽസിന് വേണ്ടിയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം സ്ലോട്ടിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ബുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ വന്ന് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കാണാം കുറെ ആൾക്കാർ അവിടെ ചടന്നുണ്ട്. ഇത് കണ്ടോ, ഞങ്ങൾ ഇത് ബുക്ക് ചെയ്താലോ എന്ന് ആലോചിച്ചാണ് ഗൈസ്. പക്ഷെ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി പ്രോബ്ലം ആണ്. പക്ഷെ ഈ ഹൈറ്റ് ഒന്നും പ്രശ്നം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല, അല്ലേ അച്ഛാ? ഇല്ല. പിന്നെ ഇവിടെ അക്കോമഡേഷൻ ഉണ്ട്. ഇതുകൊണ്ട് ഈ കോട്ടേജസ് ഉണ്ടോ, ഇവിടെ നമുക്ക് കോട്ടേജ് ബുക്ക് ചെയ്തിട്ട് 1 ദിവസമോ 2 ദിവസമോ ഒക്കെ വന്ന് താമസിക്കുന്നതിനും കുഴപ്പമില്ല. അങ്ങനെ ഫാമിലി ആയിട്ട് താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. You can do a shopping there, Amelia. നമുക്ക് 11:15 ബേൽബഗിലായിരുന്നു കേട്ടോ. അവർ റിസ്റ്റ് ബാൻഡ് ആണിത്. ഞാൻ കൈ പിടിച്ചേക്കുവാണ്. ഇതേ അമേലിയ ഇവിടെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. തിയേറ്റർ ഉണ്ട്, ഒരു ഡ്രാമ തിയേറ്റർ ഒക്കെയാണ്. ദി ലയൺ കിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അതുപോലെ ഇവിടെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പരിപാടികളുണ്ട്. കണ്ടോ, കോസ്റ്റ്യൂംസ് ഉണ്ട്. ആണോ? ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി ഈ ഒരു പ്ലേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഓരോരുത്തർക്കും ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഓവർ ക്രൗഡഡ് അല്ല, കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ ഇവർക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പോസ്റ്റ് ഓഫീസ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രോസറി പർച്ചേസ്, ബ്യൂട്ടി പാർലർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ കോസ്റ്റ്യൂംസ് ഒക്കെ ഇടാം. പിന്നെ നമ്മളിത് ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പം ഇൻസ്ട്രക്ഷൻസ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവരെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് നമ്മൾ കൂടെ ഉണ്ടാവണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അവർ ഒരാളും കൂടെ ഉണ്ടാവും. ഹലോ ഗൈസ്, ഞാൻ ഇവിടുത്തെ ഡോക്ടറാണ്. ഞാൻ എൻ്റെ സാധനം എല്ലാം റെഡിയാക്കുവാണ്. എനിക്ക് ഇങ്ങനെ കാല് നോക്കാൻ ഈ സാധനമുണ്ട്, ചെവിയിൽ എന്തെങ്കിലും ഒന്ന് നോക്കാനുണ്ട്, ഇതുണ്ട്, ഇങ്ങനെ കുഞ്ഞിനായിട്ട് നോക്കാന്. ഇവിടുത്തെ 2 ഡോക്ടേഴ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് എയ്ഡ് ബാഗ് ഒക്കെ എടുക്കുന്നുണ്ട്, സ്റ്റെതസ്കോപ്പ് എടുക്കുന്നുണ്ട്. ഹലോ ഗേൾ, ഹലോ ഡോക്ടർ ആഞ്ചല ആൻഡ് ഡോക്ടർ അമേലിയ. ഇത്രയും നിരത്തി കിടത്തിയിട്ടുണ്ട് കേട്ടോ. ആണോ? അങ്ങനെ ഹോസ്പിറ്റല്, പോസ്റ്റ് ഓഫീസ്, ഫയർ സ്റ്റേഷൻ ഉൾപ്പെടെ എല്ലാ സംഭവവും ഉണ്ട് ഇവിടെ കേട്ടോ. ഇവിടെ എല്ലാം പിള്ളേരുടെയും പേരൻസിന്റെ എല്ലാം തിരക്കാണ്. ഇവിടെ ഫയർ ഫൈറ്റേഴ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. എന്റെ ഫയർ ഫൈറ്റേഴ്സ് ഇവിടെ റെഡിയാണ് കേട്ടോ. ആഞ്ചല ഇവിടെ ഉണ്ട്. അടുത്തത് ബ്യൂട്ടി പാർലർ ആണ് അവര് കേട്ടോ. ഇവിടെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക് കളിക്കാനായിട്ട്. ഇതുണ്ടോ? ഇവിടെ കാർ റിപ്പയർ ആണ് കേട്ടോ. ഇനി അടുത്തടുത്ത് കയറി ഒരിടത്ത് നിൽക്കുന്നില്ല, 5 മിനിറ്റ് പോലും ചാടി കിടക്കുക. ഇവിടെ കാറൊക്കെ തൂക്കിയിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ സേഫ്റ്റി ഹെൽമെറ്റ്, ടൂൾ ബോക്സ്. പിള്ളേരെക്കാളിലും ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ എന്റെ ഹസ്ബൻഡിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. എന്നെ ഉണ്ടാക്കുന്ന എവിടെ ക്യാൻസൽ ഉണ്ടാക്കുവാണോ? ഞങ്ങൾ അങ്ങനെ അവരെ അകത്ത് വിട്ടിട്ട് അവരെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. 2 പേരും അവിടെ ഭയങ്കര ക്യാൻസലൊക്കെ ഉണ്ടാക്കുവാണ് ഗൈസ്. അവിടെ മാഗ്നറ്റിക് ബ്ലോക്സ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ക്യാൻസൽ ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഇനി ഇവിടെ നമുക്ക് 10 മിനിറ്റേ ഉള്ളൂ. പെട്ടെന്ന് പോയല്ലേ 1 മണിക്കൂർ. കാരണം കുറേ സംഭവം ഉണ്ടായിരുന്നു പിള്ളേർക്ക് കാണാനും കളിക്കാനൊക്കെ ആയിട്ട്. അതെ, എനിവേ അവർ ഹാപ്പിയാണ്, നമുക്കത് മതി. അപ്പോൾ ഇനിയിപ്പോൾ അവരോട് പറയണം 10 മിനിറ്റ് കൂടെ ഉള്ളെന്ന്. എന്നിട്ട് നമ്മൾ അടുത്ത ഏരിയയിലോട്ട് പോകും. ഞങ്ങളുടെ പരിപാടിയൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം അവരെ നോക്കാനായിട്ട് ആരെങ്കിലും വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ പാടാണ്. അങ്ങനെ എൻ്റെ ഗേൾസ് ഇതേ കിച്ചണിൽ കയറി. ഇനി കിച്ചണിലാണ് അടുത്ത പരിപാടികൾ. ഞങ്ങൾ ക്ലൗഡ് ക്ലൈംബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അതെ, ഇതിൻ്റെ അതോടെ എല്ലാം പിള്ളേർക്ക് പോയി ക്ലൈംബ് ചെയ്യാം, അതുപോലെ ഈ സ്ലൈഡിൽ വരാം. അത് നല്ലൊരു പരിപാടിയാണ്. സേഫ്റ്റി റൂൾസ് ഒക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും ഈ റൈഡിലൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാം കേട്ടോ. അവിടെ നമുക്ക് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അമേലിയയ്ക്കും ആഞ്ചലായ്ക്കും ഹൈറ്റ് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവർ കുഞ്ഞിലെ തൊട്ട് ഇങ്ങനെ പാർക്കിലൊക്കെ പോയി കളിക്കുന്നതുകൊണ്ടായിരിക്കാം അവരെല്ലായിടത്തും ക്ലൈംബ് ചെയ്യുന്നുണ്ടായിരുന്നു, പ്രശ്നങ്ങളൊന്നുമില്ലാതെ. അവിടെ വലിയൊരു ബോർഡും കുറേ ചോക്കും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ചായൻ അവർക്ക് നല്ല കുറച്ച് പടങ്ങൾ അവിടെ വരച്ചു കൊടുത്തു. അച്ചായൻ വരച്ച മിന്നി മൗസിനെ അമേലിയ ഭയങ്കരമായിട്ട് കളറൊക്കെ ചെയ്തു അല്ലേ അമേലിയ? അങ്ങനെ കളിയും ബഹളവും എല്ലാം കഴിഞ്ഞു. ദേ ആഞ്ചല ഭയങ്കര വാമാന്നാ പറയുന്നത്, അവർക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫുഡ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിലൊന്ന് കയറാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഇതിനകത്തൊന്ന് കയറണമെന്ന്, പക്ഷേ നടന്നില്ല. ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോഴും അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു നമുക്ക് 2 പേർക്കും ബുക്ക് ചെയ്യാമെന്ന്. പക്ഷേ അപ്പോഴും എനിക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഒരു ടെൻഷനായിരുന്നു. മേ ബി നെക്സ്റ്റ് ടൈം പ്ലാൻ ചെയ്യാം. ഏകദേശം 2 മണിയാകുമ്പോഴത്തേനും ഫുഡ് കഴിക്കാനുള്ള പ്ലാനായിരുന്നു. അതുകൊണ്ട് നേരത്തെ തന്നെ ഞങ്ങൾ ഓൺലൈനിൽ റെസ്റ്റോറൻറ്റിൽ ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വൈൽഡ് ലാൻഡ്സ് ഗോൾവേയിൽ തന്നെ ഇൻഡോർ റെസ്റ്റോറൻറ്റാണ്. നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ ആംബിയൻസ് ഒക്കെ. ഇതിൻ്റെ അകത്ത് ട്രീ ഒക്കെ വെച്ച് ഇപ്പം ഈസ്റ്റർ വരുന്നതുകൊണ്ട് ഈസ്റ്റർ ബണ്ണിയൊക്കെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. എൻ്റെ പിള്ളേർ എന്തൊക്കെയോ കാര്യമായിട്ട് മെനു ഒക്കെ നോക്കിയിട്ട് കളർ ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 പേരോട് ഫുഡിൻ്റെ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഒരനക്കവും ഇല്ല. വിശക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഓടി വന്ന് കയറിയത്. ഇനി നമുക്ക് കഴിച്ചിട്ട് കാണാം. അങ്ങനെ അച്ഛൻ്റെ ഫേവറേറ്റ് ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കുവാണ്. അങ്ങനെ ഗേൾസ് അവരുടെ പാസ്ത കഴിക്കുവാണ്. അങ്ങനെ എൻ്റെ കൊച്ചത് സ്പൈസി ചിക്കൻ വിങ്സ്. സ്പൈസി ആണോ മൊത്തം അല്ലേ? എൻ്റെ പിള്ളേർ പാസ്ത ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു, എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഫിഷ് ആൻഡ് ചിപ്സും കഴിക്കാൻ പോകാം കേട്ടോ. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. ഡിന്നറിലല്ലോ, ലഞ്ചല്ലേ, ലഞ്ച് കഴിക്കുവാണ് ഗൈസ്. ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതിനുശേഷം ചിലപ്പോൾ ഞങ്ങളൊരു വാക്കിന് പോകും ഇവിടെ തന്നെ. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. പുതിയ വ്ളോഗ്സ് വീഡിയോസ് അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.